ചികിത്സ എന്ന് കേൾക്കാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല അല്ലേ? എന്താണ് ഈ കർക്കിടക ചികിത്സ? മനസ്സിനെയും ശരീരത്തെയും ദീർഘനാളത്തേക്ക് ഉന്മേഷത്തോടുകൂടി വെക്കാനുള്ള തയ്യാറെടുക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് കർക്കിടകമായി കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ ഈ വർഷകാലത്ത് ഈ സീസണൽ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരവും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും ചുമയായും പനിയായും ജലദോഷമായും നമ്മുടെ ബോഡി ആ ഒരു സീസണിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യപ്പെടാറുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഋതുസന്ധ്യയിലാണ് നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയുന്നതായും ശരീരത്തിനുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ആരോഗ്യം കുറയുന്നതായും കാണുന്നുള്ളത്. ആ ടൈമിൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നതിനും നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ആരോഗ്യത്തെ നിലനിർത്തുന്നതിനും വേണ്ടിയിട്ട് എടുക്കുന്ന ചികിത്സാ രീതിയാണ് പിന്നീട് കർക്കിടക ചികിത്സയായി അറിയപ്പെട്ടിരുന്നത്. ഈ ഒരു കാലയളവിൽ എടുക്കുന്ന ചികിത്സ ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ഹെൽത്ത് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സയായി കണക്കാക്കപ്പെടുന്നു. ഒരു പൂർണ്ണ ആരോഗ്യവാനായ ആൾക്ക് കർക്കിടക ചികിത്സ എടുക്കേണ്ടതുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ സുഖചികിത്സ എന്നും പറയപ്പെടുന്നു. പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരാൾക്കും കർക്കിടക ചികിത്സ എടുക്കാവുന്നതാണ്. എന്തൊക്കെയാണ് കർക്കിടക ചികിത്സയിൽ ഉള്ളത്? അഭ്യംഗം, ധാര, പിഴിച്ചിൽ, നസ്യം, ശിരോധാര, ഉദ്വർത്തന എന്നുള്ള പലതരം ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളാണ് കർക്കിടക ചികിത്സയിൽ ഉൾപ്പെടുന്നത്.